UAE അബുദാബിയിൽ നിന്നും UAEയുടെ മറ്റൊരു എമിറേറ്റായ ഫുജൈറയിലേക്കാണ് ഇന്നത്തെ യാത്ര. ഫുജൈറ എന്ന് പറയുമ്പോൾ നമ്മുടെ അബുദാബിയോ അല്ലെങ്കിൽ ദുബായ് പോലത്ര വലിയ സിറ്റിയോ കാര്യങ്ങളോ ഒന്നുമല്ല. അബുദാബിയുടെ അത്ര വലുപ്പമില്ല. എന്നിരുന്നാലും അവിടെ ഈ ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളും, അതുപോലെ ഈ ഫുജൈറയിലോട്ട് പോകുന്ന റോഡ്, മലയുടെ ഇടയ്ക്കൂടെയുള്ള റോഡുകളും കാര്യങ്ങളും, കുന്നു തുറന്ന റോഡുകളും കാര്യങ്ങളൊക്കെയാണ് ഫുജൈറയിലോട്ട് പോകുമ്പോഴുള്ള പ്രത്യേകത. അപ്പം എൻ്റെ കൂടെ എന്തായാലും നിങ്ങളും പോരെ. ഇപ്പോൾ ഇവിടുന്ന് മാപ്പിട്ടപ്പം കാണിക്കുന്ന 238 കിലോമീറ്ററാണ് ഞാൻ ഈ ഫുജൈറ ഫോർട്ട് മാപ്പിട്ടപ്പം കാണിക്കുന്നത്. ഓൾമോസ്റ്റ് 2.25 മണിക്കൂർ എടുക്കുമെന്നും കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും പോയി വരാം. അപ്പം ഫുജൈറ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോ മാത്യു. വെൽക്കം ടു ജോ വ്ളോഗ്. നമ്മുടെ ഇന്നത്തെ റൂട്ട് പോകുന്നത് E311 റോഡിൽ കൂടെയാണ്. അപ്പം E311 കയറി. E311 റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ ട്രാഫിക് വളരെ കുറവായിരിക്കും. അതുപോലെ ഇതിൽ നമ്മുടെ മരുഭൂമിയുടെ ഇടയ്ക്കൂടുള്ള റോഡാണ്. അപ്പം നല്ല രസമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ റോഡിൽ വരുമ്പോഴത്തേന് ശരിക്കും ഡെസേർട്ടിന് ഇടയ്ക്കൂടെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. അത് കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ അതുപോലെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ചെറിയ ചെറിയ മസ്തറുകളൊക്കെ കാണാൻ പറ്റും. ഈ ഒട്ടകവും ആടും ഒക്കെ വളർത്തുന്ന, ഒട്ടകത്തിൻ്റെ ആടിനെയൊക്കെ വളർത്തുന്ന ചെറിയ ചെറിയ മസ്തറുകളൊക്കെ ഈ പോകുന്ന വഴിക്കൊക്കെ ഉണ്ട്. അപ്പം E311 അപ്പം മുന്നോട്ട് പോകാം. E311 കാഴ്ചകളൊക്കെ കണ്ട് ഫുജൈറയിലോട്ട് പോകാം. റോഡിൽ വന്നാൽ എപ്പോഴും ട്രക്കുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രക്കുകളുടെ ഒരു നീണ്ട നിര എപ്പോഴും കാണും. അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ റോഡിൽ ഇപ്പം നമ്മൾ പോകുന്ന എൻ്റർ ചെയ്ത ഈ ഏരിയ മുതൽ റൈറ്റ് സൈഡിലെ 2 ട്രാക്കുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു മിനിമം സ്പീഡിൻ്റെ ലിമിറ്റ് ഇല്ലാത്തത്. ലെഫ്റ്റ് സൈഡിലെ 2 ട്രാക്കുകളിൽ മിനിമം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്പീഡ് 120 km/h ആണ്. റൈറ്റ് സൈഡിലെ 2 ട്രാക്കുകളിൽ ആ ഒരു സ്പീഡ് ലിമിറ്റ് ഇല്ല. അപ്പോൾ അത് മെയിനായിട്ട് ഇപ്പോൾ ഈ ട്രക്കുകൾക്കും കാര്യങ്ങൾക്കും ഉദ്ദേശിച്ചുള്ളതാണ്. അതുപോലെ ഇവിടുത്തെ നമ്മുടെ ഈ ട്രക്കിൻ്റെയും ഇതുപോലുള്ള വലിയ വണ്ടികളുടെയൊക്കെ ഒരു മര്യാദ മനസ്സിലാക്കേണ്ടത്, അവർ ഒരു കാരണവശാലും അവരുടെ ട്രാക്ക് വിട്ടിട്ട് അവർക്ക് പറഞ്ഞ ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലൂടെ കയറത്തില്ല. അപ്പോൾ അതെപ്പോഴും ഉണ്ട്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ ഒന്ന് ഓവർടേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അടുത്ത ട്രാക്കിലൂടെ കയറാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേ അവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മറ്റു ട്രാക്കിലൂടെ കയറാറുള്ളൂ. അവരെപ്പോഴും അവരുടെ ആ ഒരു ലൈൻ ഡിസിപ്ലിൻ അത് കീപ്പ് ചെയ്ത് തന്നെയാണ് ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളത് കണ്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവിടുത്തെ റൂള് അതുപോലെ സ്ട്രിക്റ്റ് ആണ്. കാരണം ഈ റോഡിലായാലും ഏത് റോഡിലായാലും UAEയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറാസ് ഒത്തിരി ഉണ്ട്. റോഡിൽ നിറച്ച് ക്യാമറ ഉണ്ട്. ഇപ്പോൾ സർവൈലൻസ് ക്യാമറ ആയാലും, അതുമല്ല നമ്മുടെ ഈ സ്പീഡ് ലിമിറ്റ് ചെക്ക് ചെയ്യുന്ന ക്യാമറ ആയാലും, നമ്മുടെ സ്പീഡ് ക്യാമറ ആയാലും റോഡ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അത് കാരണം ആര് വണ്ടി ഓടിച്ചാലും അവർ നമുക്ക് പറഞ്ഞിട്ടുള്ള ഡിസിപ്ലിനിൽ അവർ വണ്ടി ഓടിക്കുകയുള്ളൂ. അപ്പം നിയമത്തെ പേടിയുണ്ട്. അതുപോലെ ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഫൈനുമാണ്. അത് കാരണം ഈ ഇവിടെ റോഡിൽ ഒരു മര്യാദ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. കറൻ്റ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ E311 ഈ റോഡിലൊക്കെ കൂടുതൽ ട്രക്കുകൾ കാണുന്നു. നമ്മുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർക്ക് അതുപോലെ ഇവിടെ ഇത്തിഹാദ് റെയിലെന്നും പറഞ്ഞ് എമിറേറ്റിൽ UAEയിൽ ഒരു റെയിൽ സിസ്റ്റം ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ വൺസ് അത് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒത്തിരി മാറ്റം വരുമെന്ന് തോന്നുന്നു. കാരണം റെയിൽ ഒരുമാതിരി എല്ലാ എമിറേറ്റും കണക്റ്റ് ആകുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. എന്നിരുന്നാലും അത് വന്നു കഴിയുമ്പോൾ അതൊരു വലിയൊരു വിപ്ലവമായിരിക്കും. നമ്മൾ പോകുന്ന വഴിക്ക് ഇത്തിഹാദ് റെയിലിൻ്റെ ഒരു ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. അപ്പം
ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്തിഹാദ് റെയിലിൻ്റെ ഒരു പാലമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവരുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ട്രയൽ റണ്ണ് ഓടി തുടങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ഒരു ട്രെയിൻ പോലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇതിലേക്ക് വന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഓൾറെഡി ട്രയൽ റണ്ണൊക്കെ നടക്കുന്നു അവരുടെ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ കാണാനുണ്ട്. അപ്പം ഇത്തിഹാദ് റെയിൽ അതിനോട് ചേർന്ന് മറ്റ് വണ്ടികൾക്കുള്ള പാലങ്ങൾ, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം നമ്മൾ ഇന്ന് കണ്ട റോഡായിരിക്കില്ല നാളെ കാണുമ്പോഴത്തേന് അയച്ചുകൊണ്ട് വികസിച്ചിട്ടുണ്ടാകും. അതുപോലെ ഭയങ്കര സ്പീഡാണ് ഇവിടുത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് ഇത്തിഹാദ് റെയിലിൻ്റെ ഒരു പാലമാണ് നമ്മൾ കണ്ടത്. സോ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഫുജിയറ ലക്ഷ്യമാക്കി. നമ്മളിപ്പം E311 നിന്ന് വന്ന് എക്സ്പോ റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ റോഡ് കണ്ടാലറിയാം നല്ല ഭംഗിയാണ്. കാരണം ഒരു സൈഡിലോട്ട് തന്നെ ഓൾമോസ്റ്റ് 7 lanes ആണ് ഈ റോഡിലുള്ളത്. ഇനി ഈ റോഡിലൊരു 7 കിലോമീറ്ററോളം ഓടിയിട്ട് നമുക്ക് അടുത്ത റോഡ് എമിറേറ്റ്സ് റോഡിലോട്ട് കയറണം. അതിലെയാണ് നമ്മൾ ഫുജിയറ പോകേണ്ടത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഇത്തിഹാദ് റെയിൽ ഓപ്പണായിട്ട് നമുക്കിതൊരു ട്രെയിൻ കാണാൻ പറ്റിയില്ലെന്നുള്ളത്. ഇപ്പോൾ എന്തായാലും കറക്റ്റ് നമ്മൾ ഈ എമിറേറ്റ്സ് റോഡിൽ കയറിപ്പോയി നമ്മുടെ ഓപ്പോസിറ്റായിട്ട്, അതായത് നമ്മൾ പോകുന്നതിൻ്റെ നേരെ എതിർ ദിശയിലോട്ട് ഇത്തിഹാദ് റെയിലിൻ്റെ ഒരു ഓൾഡ് ടാങ്കർ ട്രെയിൻ പോകുന്നത് കണ്ടു. ഭയങ്കര ഭാഗ്യമായി അതൊന്ന് കാണാൻ പറ്റിയത്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ അതൊന്നും കാണാൻ. പക്ഷെ ഇന്നെന്തായാലും അതിനുള്ള ഭാഗ്യമൊത്തു. സോ ഹാപ്പി. നമ്മളിപ്പോൾ കാണുമ്പോൾ ഈ പാറ ശരിക്കും പറഞ്ഞാൽ അത് വെട്ടിപ്പൊളിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കൂടാണ് ഈ റോഡ് പണിതേക്കാന്ന് തോന്നുന്നു. കാരണം ഈ ഒരു 3 കിലോമീറ്റർ സ്ട്രെച്ചിൽ വണ്ടി നിർത്താൻ പാടില്ല, കാരണം കല്ല് ഉരുണ്ട് വീഴാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി മെഷേഴ്സും അവരെടുത്തിട്ടുണ്ട്.
സിറ്റിയാണ്. പക്ഷെ എന്നിരുന്നാലും ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര സൈലൻ്റ്, അത്ര റഷോ കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ മലയുടെ അടിവാരത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫുജിറ സിറ്റി ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ ചെറിയൊരു എയർപോർട്ട് കാണാൻ പറ്റും. വിചാരിക്കണം ഫുജിറ എയർപോർട്ട്. ഇവിടെ കുറേ എയർക്രാഫ്റ്റ് കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അങ്ങനെ വലിയ പാസഞ്ചർ ഓപ്പറേഷൻസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ മിലിറ്ററി അല്ല അവരുടെ എയർഫോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സീസണുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ പ്രൈവറ്റ് ജെറ്റോ കാര്യങ്ങളൊക്കെ ആയിരിക്കണം. നമ്മളിപ്പോൾ നേരെ കാണുന്നതാണ് ഫുജിറയിലെ എയർപോർട്ടാണ് കാണുന്നത്. ഇപ്പോൾ മുന്നിൽ കാണുന്നതാണ് ഫുജിറ സിറ്റിയുടെ ഒരു വ്യൂ ആണിത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ സിറ്റി. നമ്മളീ കാണുന്നതാണ് ഫുജിറ ഫോർട്ട്. അപ്പം ഈ ഒരു എമിറേറ്റിലെ ഏറ്റവും പഴയ ഒരു ഫോർട്ട് എന്നുള്ള ഒരു അവർ വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണിത്. 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച് പിന്നെ 17-ാം നൂറ്റാണ്ടിൽ അത് റിനോവേറ്റ് ചെയ്തെന്നാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത്. അതുപോലെ ഇതിന് വേറൊരു പ്രത്യേകതയുള്ളത്, ഈ ഫോർട്ട് ഫേസ് ചെയ്യുന്നത് അല്ല ഈ ഫോർട്ട് നോക്കി നിൽക്കുന്നത് ഫുജിറ സിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ ഫോർട്ടിൻ്റെ മേളിൽ ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ നേരെ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിയാൽ കാണുന്നത് ഫുജിറ സിറ്റിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഫോർട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ എൻട്രി ഫ്രീ ആണ്, ബ്രോഷേഴ്സ് ഫ്രീ ആണ്, ഇതെല്ലാം അവരവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബ്രോഷേഴ്സ് ഒന്നും ഇവിടെ ഇല്ല. അതിന് പകരം അവർ QR കോഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കിട്ടും. ഫോർട്ടിൻ്റെ വെളിയിൽ നിന്നുള്ള മൊത്തത്തിലുള്ള ഒരു
അപ്പോൾ നമ്മൾ ഫുജൈറ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി. ഈ സിറ്റിയിൽ ഇതിനകത്ത് തന്നെ അതിനടുത്ത് തന്നെ ഒരു 400 മീറ്ററിനടുത്ത് തന്നെയാണ് ഫുജൈറയിലെ ഷെയ്ഖ് സായിദ് മോസ്ക്. നമ്മുടെ അബുദാബിയിലുള്ള ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് അല്ല, ഇത് നമ്മുടെ ഫുജൈറയിലെ ഷെയ്ഖ് സായിദ് മോസ്ക്. ഈ മോസ്കിനെ പറ്റി വായിച്ചത്, ഇതിനകത്ത് ഒരേ സമയം 28,000 വർഷിപ്പേഴ്സിനെ ഉൾക്കൊള്ളാൻ പറ്റും. അതുപോലെ ഇത് ഫുള്ള് വൈറ്റ് മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് വെച്ചാണ് പണിതേക്കുന്നത്. അതുപോലെ ഒരു 3 ഫുട്ബോൾ കോർട്ടിൻ്റെ വലിപ്പമുണ്ട് നമ്മുടെ ഈ ഷെയ്ഖ് സായിദ് മോസ്ക് ഫുജൈറയ്ക്ക്. ഫുജൈറയിലെ ഫോർട്ട് കണ്ടു, പിന്നെ നമ്മൾ ഷെയ്ഖ് സായിദ് മോസ്ക് കണ്ടു. അപ്പോൾ ഇനിയും പിന്നെ ഇവിടെ നോക്കുമ്പോൾ വേറെ കുറേ ഫോർട്ടുകളാണ്. അപ്പം ഫോർട്ട് ഓൾറെഡി കണ്ടുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് നമുക്ക് നേരെ ഫുജൈറ ബീച്ചിലോട്ട് പോകാം. ഓക്കെ, സോ അപ്പോൾ ബീച്ചിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫുജൈറയിലെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ പീസ്, സ്പ്രെഡ് ലവ്.